കുട്ടിമണിയെ കിടത്തിയിരിക്കുന്ന മുറിയുടെ വാതിൽ ശിവാനി തുറന്നു. കുട്ടിമണിയെ ചികിത്സിക്കുന്ന മുറി ശിവാനി തുറക്കാൻ ശ്രമിക്കുന്നു. കുട്ടിമണിയുടെ കാര്യത്തിൽ ഇനി തങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് ഡോക്ടർ. ശിവയുടെ ആത്മാവിന് സംതൃപ്തിയാകുന്നതുവരെ താൻ പ്രതികാരം ചെയ്യുമെന്ന് ശിവാനി തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഓർമ്മകളുമായി പിച്ചള തുടർന്ന് കാണുക. പിച്ചളയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. താലി കെട്ടിയില്ലെങ്കിലും മനസ്സുകൊണ്ട് കല്യാണം കഴിച്ചവരാണല്ലോ ശിവാനിയും പിച്ചളയും. ആ ശിവാനി പോയതിൽ എനിക്കൊരു വിഷമൂല്യമായി. അതൊന്നും എന്നെ ബാധിച്ചിട്ടേ ഇല്ല. അങ്ങനെ പറയുമ്പോഴും ആ മനസ്സ് കാണുന്നുണ്ട് ഞാൻ. പിച്ചളയെ ഞാൻ അറിഞ്ഞതുപോലെ വേറെ ആരെ അറിഞ്ഞിട്ടുള്ളത്? ശിവാനിക്ക് വേണ്ടി നമ്മൾ നമ്മുടേതായ എന്തെല്ലാം നഷ്ടപ്പെടുത്തി. ശിവാനിക്ക് വേണ്ടിയല്ലേ നമ്മൾ വീട്ടുകാരുടെ മുന്നിൽ പോലും തലകുനിച്ച് നിൽക്കേണ്ടി വന്നത്. ഒരു തരത്തിൽ പറഞ്ഞ കുട്ടു ഇങ്ങനെ ആയതിന് കാരണക്കാരി വരെ ശിവാനിയാ. ശിവാനി വന്നതിന് പിന്നാലെ വിനായകനും വന്നു. അവിടം തൊട്ടാണല്ലോ നമ്മുടെ പ്രശ്നങ്ങൾ തുടങ്ങിയത്. ബായി സ്വന്തം അനിയത്തിയെ പോലെയല്ലേ ശിവാനിയെ കൊണ്ടു നടന്ന്. അത് അവള് മനസ്സിലാക്കിയില്ലല്ലോ ബായി. ശിവാനിക്കറിയാലോ ഈ ലോകത്ത് ബായി സ്നേഹിക്കുന്നതും നെഞ്ചോട് ചേർക്കുന്നതും കുട്ടിമണി പെങ്ങളെയാണെന്ന്. എന്നിട്ടും ശിവാനിക്ക് ഈ കടുങ്കൈ ചെയ്യാൻ തോന്നിയല്ലോ ബായി. ഒക്കെയും വെള്ളത്തിൽ വരച്ച വര പോലെയായി. കൊടുത്ത സ്നേഹത്തിനും സഹിച്ച വേദനയ്ക്കൊന്നും അർത്ഥമില്ലാതായി. പോട്ടെ ബായി, സ്നേഹം കൊടുത്തവരിൽ നിന്ന് തന്നെ തിരിച്ചടി വാങ്ങുക എന്നുള്ളത് പണ്ടേയുള്ള വിധിയാണല്ലോ. പോട്ടെ, പോണവരെല്ലാം പോട്ടെ. പിച്ചളുടെ ഉള്ളു കരയുന്നത് കേൾക്കുന്നുണ്ട് ഞാൻ. ചങ്ക് കുത്തിപ്പൊളിച്ചിട്ടല്ലേ ശിവാനി പോയത്. ഇങ്ങനെ തിരിച്ചറിവില്ലാത്ത വകകള് പോകുന്ന തന്നെയാ ബായി നല്ലത്. ശരിയേതാ തെറ്റേതാന്ന് അറിയാനുള്ള വകതിരിവ് വേണം മനുഷ്യനായ. സ്വന്തം ചോരയാണെങ്കിലും ശിവയ്ക്ക് എന്തിനാണ് അങ്ങനെ ഒരു ശിക്ഷ കിട്ടിയെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ശിവാനി പൂവന്നെയാ നല്ലത്. ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ സമാധാനം കിട്ടില്ല. കെട്ടിപ്പിടിച്ച് കിടക്കണേലാണോ ബായി കാര്യം, അന്യോനെ അറിയണേലല്ല. സ്വന്തം ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന സിജണ്ണൻ ഒന്നുമില്ലാതെ ശിവയോട് അങ്ങനെ കാണിക്കില്ല എന്ന് മനസ്സിലാക്കി ഒപ്പം നിന്നിരുന്നെങ്കിൽ ശിവാനി ഒരു പെണ്ണാണെന്ന് കരുതിയാണ്. ഇത് ചിരിച്ചുകൊണ്ട് കഴുത്തറക്കണ വർഗം. ഞാനൊന്ന് തീരുമാനിച്ചു, ശിവാനി എന്നല്ല ഒരു പെണ്ണിനും പിച്ചളുടെ ജീവിതത്തിൽ സ്ഥാനല്ല. പിച്ചളെ, ഏറ്റവും കൂടുതൽ എന്നെ തകർത്തത് എന്താണെന്ന് അറിയോ ബായി? നമ്മുടെ കുട്ടിമണി പെങ്ങളുടെ ജീവൻ എടുക്കാൻ നോക്കിയില്ലേ, അത്. പോട്ടെ, പോയി തൊലയട്ടെ. ആ അധ്യായം അങ്ങനെ അടഞ്ഞു. പിച്ചളെ, താങ്ക് യു ഡാഡി, താങ്ക് യു സോ മച്ച്. എനിക്ക് ഒത്തിരി സന്തോഷമായി. വേണം ഡാഡി, വേണം. ഒരു ദയം കാണിക്കരുത്. ഞങ്ങൾ ഇതിവിടെ ആഘോഷിക്കാൻ പോവുക. ഷുവർ. ശരി ഡാഡി. ആരാ മോളെ? ഡാഡി അമ്മ, ഒരു ദൗത്യം ഞാൻ ഡാഡിയെ ഏൽപ്പിച്ചിരുന്നില്ലേ, അത് വളരെ ഭംഗിയായി ഡാഡി പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ബാംഗ്ലൂർ ഓപ്പറേഷൻ സക്സസ്. നാളെ തന്നെ അതിലൊരു തീരുമാനമാവും. നാളെയോ? ആ, പൊളിക്കുമ്പോ എല്ലാം പെട്ടെന്നാവണം. എങ്കിലല്ലേ അമ്മേ നമുക്കതിലൊരു ത്രില്ലുണ്ടാവും. നാളെ നേരം പുലരുമ്പോ മഹാദേവൻ തമ്പിയുടെയും വയലൂരം വീട്ടിലെ രവിചന്ദ്രന്റെയും കാര്യത്തില് ഒരു തീരുമാനമായി എന്നുള്ള വാർത്ത ബാംഗ്ലൂരിലും മാത്രമല്ല എല്ലായിടത്തും കത്തിപ്പടരും. ഡാഡി അതിന്റെ കരുക്കൾ നീക്കി കഴിഞ്ഞമ്മേ. അതറിയിക്കാൻ വേണ്ടിയാ ഡാഡി എന്നെ വിളിച്ചത്. നന്നായി മോളെ. ഒരു ദയവില്ലാത്ത ദ്രോഹം തമ്പി അറിയണം. എന്നെയും നിന്നെയും ജയിലിലടയ്ക്കാൻ വേണ്ടി തമ്പി ഒരുപാട് ശ്രമിച്ചതല്ലേ?
അതേ അവസ്ഥ തമ്പിക്കും ഉണ്ടാവണം മോളെ. ഉം. എന്നിട്ട് വേണം നമ്പർ അടിച്ചു കിട്ടി അങ്ങേര് ജയിലിൽ കിടക്കുമ്പോ എനിക്ക് ചെന്നൊന്ന് കാണാൻ. ഡാഡിയുടെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞു മോളെ. ഇല്ലമ്മേ, പക്ഷെ അതെന്തായാലും നമുക്കതിൽ സന്തോഷിക്കാനേ ഉണ്ടാവൂ. നിന്റെ ഒരാളുടെ ബുദ്ധി കൊണ്ടാ മഹാദേവൻ തമ്പി തീർത്ത ആ കുഴിയിന്ന് നമ്മൾ രക്ഷപ്പെട്ടത്. ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത വിധം നരക ജീവിതമല്ലേ ഞാൻ അനുഭവിച്ചത്. ഇനി നമുക്ക് സന്തോഷിക്കണം മോളെ. ഉം. ആ തീരുമാനത്തില് ഒരു മാറ്റവും ഇല്ലമ്മേ. നമ്മൾ സന്തോഷിക്കുമ്പോ മറുവശത്ത് ചിലര് കണ്ണീര് കുടിക്കും, ചിന്ന ഭിന്നമാവും. അത്രേ ഉള്ളൂ ഒരു വ്യത്യാസം. തകരാൻ പോകുന്നത് മഹാദേവൻ തമ്പി മാത്രമല്ലല്ലോ, വയലോരം വീട്ടിലെ രവിചന്ദ്രൻ കൂടിയല്ലേ. രണ്ടെണ്ണവും തന്തയും മോനെയും പോലെ കഴിഞ്ഞതല്ലേ. ജയിലിലും ഒരുമിച്ച് തന്നെ കിടക്കണം. വളർച്ചയ്ക്കൊപ്പം ഉണ്ടായിരുന്ന രവി തമ്പിയുടെ തകർച്ചയ്ക്കൊപ്പം ഉണ്ടാവണം. അമ്മ കണ്ടോ, രവിയെ ജയിലിലടയ്ക്കുന്നതോടുകൂടി വയലോരം വീട്ടിലേക്കുള്ള പണമൊഴുക്ക് കൂടിയാ നിലയ്ക്കാൻ പോകുന്നത്. മഹാദേവൻ തമ്പിയെ മാത്രമല്ല, വയലോരം വീടിനെ കൂടിയാ നമ്മൾ ഉന്നം വെക്കുന്നതെന്ന് അവരറിയണം. അമ്മ കണ്ടോ, വയലോരം വീടിന്റെ അസ്ഥിവാരം ഇളക്കുഞ്ഞ്. എന്നെയും നിന്നെയും മറന്ന് നിനക്ക് വേണ്ടാത്ത രവിയും ചുമന്ന് നടന്നതിന് തമ്പിക്ക് അങ്ങനെ തന്നെ വേണം മോളെ ശിക്ഷ കൊടുക്കാൻ. മാനക്കേടിന്റെ പേരിൽ ജയിലിൽ തമ്പിയുടെ കൺമുന്നിൽ വെച്ച് രവി ആത്മഹത്യ ചെയ്യണം. അത് കാണുമ്പോ തമ്പിയും നെഞ്ചു പൊട്ടി ചത്തോളും. തമ്പിയുടെ പുണ്യാളനായ മരുമകനല്ലേ രവി. ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് കറിവേപ്പില പോലെ എടുത്തു കളഞ്ഞതാ രവിയെ. ആ നിമിഷം തന്നെ രവിയെ തമ്പിക്ക് ഉപേക്ഷിക്കായിരുന്നു. പക്ഷെ എന്നോടല്ലല്ലോ തമ്പി കൂറ് കാണിച്ചത്, ആണത്വമില്ലാത്ത ആ രവിയോടായിരുന്നില്ലേ. തമ്പി എന്നെ തോൽപ്പിക്കാൻ വേണ്ടി രവിയെ വലിയവനാക്കി, കമ്പനിയുടെ എല്ലാം ആക്കി വളർത്തി പന്തലിപ്പിച്ചു. അമ്മയ്ക്ക് പോലും പിടിതരാതെ ഞാനൊരു ഭ്രാന്തിയുടെ വേഷം കെട്ടിയത് എന്തിനാ? തമ്പിയെ എന്റെ കാൽച്ചോട്ടിൽ എത്തിക്കാൻ. എന്റെ നാവിൽ നിന്ന് അച്ചാന്നൊരു വിളി കേൾക്കാൻ അയാള് കാത്തിരിക്കുമായിരുന്നു. അച്ചാന്ന് വിളിച്ചു ഞാൻ. ഒരു വട്ടമല്ല, 1000 വട്ടം. ആ വിളി അയാളെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നെന്ന് തമ്പി അറിഞ്ഞില്ല. എന്റെ മോളെ, പണ്ടേ നീ അഭിനയിച്ച് തകർക്കാൻ മിടുക്കിയ. ആ കഴിവിപ്പ ഗുണം ചെയ്തല്ലോ, നന്നായി. നോക്ക്, നീ എന്നേക്കാൾ കേമത്തിയാ. പക്ഷേ നാളെ ഇമ്മാതിരി വേഷങ്ങൾ കെട്ടി ഇനിയും അമ്മയെ വിഡ്ഢിയാക്കരുത്. എന്റെ അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. വളവും വെള്ളവും ഒഴിച്ച് എന്നെ വളർത്തി ഈ പരുവത്തിലാക്കിയത് അമ്മയാണെങ്കിൽ മരിക്കുന്നത് വരെയും ഈ മതികലയുടെ തണലില് തന്നെയായിരിക്കും അമ്മ. എനിക്ക് സന്തോഷമായി മോളെ. നീ ഡാഡി ഒന്ന് വിളിക്കാം. എന്താ പ്ലാൻ എന്നൊന്ന് പറയാൻ പറ. അതൊന്ന് മനസ്സിൽ കണ്ട് നമുക്ക് സന്തോഷിക്കാമല്ലോ മോളെ. ഏതായാലും ഇത്രയും നേരം നമ്മൾ കാത്തിരുന്നില്ലേ, നാളെ നേരം പുലരുന്നത് വരെ ഒന്ന് ക്ഷമിക്കമ്മേ. നമുക്ക് സന്തോഷിക്കാനുള്ളൊരു സെൻസേഷണൽ ന്യൂസ് പുറത്തു വരും. വെയിറ്റ് ആൻഡ് സീ. മഹാദേവൻ തമ്പി, മോളെക്കാൾ ഇരട്ടി സന്തോഷം ഇപ്പൊ എനിക്കായി. മാണിക്യമംഗലത്ത് ജലജകുമാരിക്ക്. തിരി കത്തുന്നില്ലല്ലോ ഈശ്വര.
അനർത്ഥങ്ങളാണല്ലോ കാണിക്കുന്നത്. എന്തോ ആപത്ത് വരാൻ പോണെന്ന് ഉള്ളിൽ നിന്ന് ആരോ പറയുന്നത് പോലെ. എന്താ ശാരദ, നിങ്ങളുടെ ആത്മാക്കൾക്ക് ശാന്തി കിട്ടാൻ വേണ്ടിയും നിങ്ങളുടെ കാവലിന് വേണ്ടിയല്ലേ ഇവിടെ തിരിതെളിയിക്കുന്നത്? തടസ്സങ്ങളൊന്നും കാണിക്കരുതേ ഈശ്വര. അമ്മേ, എന്താ ഈ കാണുന്നത്? എന്തോ ആപത്ത് വരാൻ പോണുണ്ടല്ലോ. അമ്മേ ദേവി കാത്തോളണേ. ബാലേട്ടാ. ആ സതീശ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങൾ മുഴുവൻ നിങ്ങൾക്കല്ലേ ബാലേട്ടാ. ബാലേട്ട ഇന്നത്തെ പത്രം ഒന്നും കണ്ടില്ലായിരുന്നോ? ഒരു നല്ല വിശേഷം ഉണ്ടായിരുന്നല്ലോ പത്രത്തില്. പത്രത്തിലോ? എന്ത് വിശേഷം? അനധികൃത സ്വത്ത് സമ്പാദ്യത്തിന്റെ പേരിൽ മഹാദേവൻ തമ്പിയും മരുമകനും ബാംഗ്ലൂരിൽ അറസ്റ്റിലായെന്ന്. നോക്കേ. എന്നാ ശരി. സീതേ, സീതേ. എന്താ പറയട്ടാ? എന്താ ബാല? നമ്മുടെ രവിയും തമ്പി സാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന്. ഈ പത്രത്തിൽ വാർത്ത മാത്രമല്ല, അവരുടെ ഫോട്ടോ അച്ചടിച്ച് വന്നിരിക്കുക. പത്രത്തിൽ എന്താ അച്ചടിച്ച് വന്നിരിക്കുന്നത്? അപ്പച്ചിപ്പ, തമ്പി സാറിന്റെ സ്ഥാപനത്തില് വിജിലൻസ് നടത്തിയ റെയ്ഡില് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും അനധികൃത സമ്പാദ്യവും നടത്തിയിരിക്കുന്നു. കമ്പനി എം ഡിയായ മഹാദേവൻ തമ്പിയും രവിയെയും 14 ദിവസത്തേക്ക് റിമാൻഡിലാക്കിയിരിക്കുന്ന പത്രത്തില്. ഈശ്വരാ, ഈ റിമാൻഡ് എന്നൊക്കെ പറയുമ്പോ രവിയും തമ്പി സാറും ഒക്കെ കുറ്റക്കാരാവില്ലേ ബാല? തമ്പി സാറോ രവി അങ്ങനെ ചെയ്യുമെന്ന് അപ്പച്ചേപ്പന് തോന്നുന്നുണ്ടോ? ബിസിനസിലും ജീവിതത്തിലും നേരും നെറിയും കാണിക്കുന്ന ആളാ തമ്പി സാറ്. നമ്മുടെ രവി തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ അതൊക്കെ. പിന്നെന്താ സംഭവിച്ചിട്ടുണ്ടാവാ? എനിക്കറിയത്തില്ല സീതേ. വിജിലൻസും പോലീസും ഒക്കെ സർക്കാരിന്റെ കയ്യിൽ പാവയാണെന്നല്ലേ പറയാറ്. തമ്പി സാറിന്റെ കമ്പനി ഇല്ലാതാക്കാൻ വേണ്ടി ആരോ ഇത് കരുതി കൂട്ടി കളിച്ചതാ. എന്താ എന്താ ബാല? ഒന്നുമില്ല അപ്പച്ചേമ്മേ. അല്ല, എന്തോ ഉണ്ട്. നേര് പറ സീതേ, നിങ്ങൾ എന്നിൽ നിന്ന് എന്തോ ഒളിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അത് പിന്നെ അപ്പച്ചമ്മേ, എന്നോട് പറയാനുള്ള മനക്കരുത്ത് സീതയ്ക്കില്ലെങ്കിൽ അതെന്തോ വലിയ വാർത്തയാണല്ലോ ബാല. അതെ അപ്പച്ചേമ്മേ, നെഞ്ചു തകർക്കുന്ന വാർത്തയാ. ആ വാർത്ത ഈ പത്രത്തിൽ അച്ചടിച്ചു വന്നിട്ടുണ്ട്. എന്ത് വാർത്ത? അപ്പച്ചേമ്മേ, നമ്മുടെ രവിയൻ തമ്പി സാറിനെയും ബാംഗ്ലൂരിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുക. അയ്യോ, എന്തിന്? നികുതി വെട്ടിച്ചെന്നും കണക്കില്ലാത്ത സ്വത്ത് കണ്ടെത്തിയെന്നും പറഞ്ഞ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരിപ്പോ ബാംഗ്ലൂർ ജയിലില്ല. ഞാൻ
എന്താണ് ഈ കേൾക്കുന്നത്? നമ്മുടെ രവി ജയിലിലായെന്നോ? അയ്യോ എനിക്ക് വയ്യേ. രവിയെ ഇനി കാണാൻ പറ്റുമോ നമുക്ക്? കണ്ടെത്താ ദൂരത്ത് പോയി കിടന്നത് ഇങ്ങനെ ജയിലിലാവാനാണോ? അയ്യോ അപ്പച്ചമ്മേ, അപ്പച്ചമ്മേ, അപ്പച്ചമ്മേ. സുഭദ്രേ, അകത്ത് കൊണ്ടുപോയി കിടന്ന്. സീതെ സൂക്ഷിച്ച്. സീതെ സൂക്ഷിച്ച്. പെട്ടെന്നുള്ള വാർത്ത കേട്ട് തോന്നി കുറച്ചു നേരം കിടക്കട്ടെ. എന്നാലും ബാലനൊരു വണ്ടി വിളിക്ക്, നമുക്ക് അപ്പച്ചമ്മയെ ഹോസ്പിറ്റൽ വരെ ഒന്ന് കൊണ്ടുപോവാം. വേണ്ട മോളെ, അങ്ങനെ പേടിക്കാൻ മാത്രമൊന്നുമില്ല. കുറച്ചു നേരം കൂടി കിടന്നാൽ ക്ഷീണം മാറിക്കോളും. അപ്പച്ചമ്മയ്ക്ക് താങ്ങാൻ കഴിയുന്നൊരു വാർത്തയല്ലല്ലോ എനിക്ക് പറയേണ്ടി വന്നത്. എന്നാലും ബാലേട്ടൻ എന്ത് പണിയാ ഇപ്പൊ കാണിച്ചത്? അപ്പച്ചമ്മ ഒന്നും അറിയേണ്ടിയിരുന്നില്ല. സീതെ, അപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നും ഞാൻ ചിന്തിച്ചില്ല. പത്രവാർത്ത കണ്ടപ്പോൾ സത്യത്തിൽ ഞാനന്നേരം കുഴഞ്ഞു വീഴേണ്ടതായിരുന്നു. മനസ്സിനെ അങ്ങേറ്റം നിയന്ത്രിച്ചിട്ടാ ഞാനിവിടെ വരെ എത്തിയത്. ബാല, ഇങ്ങനൊരു വിജിലൻസ് റെയ്ഡും അറസ്റ്റും ഒക്കെ നടക്കണമെങ്കിലേ രവിയുടെ കമ്പനി വലിയ വല്ല തിരിമറിയും നടത്തി കാണില്ലേ? തമ്പി സാറ് മനഃപൂർവ്വം ഇങ്ങനൊരു നിയമക്കുരുക്കിൽ ചെന്ന് ചാടൂ? ഒരിക്കലും ഇല്ല അപ്പച്ചേപ്പ. തമ്പി സാർ നല്ല മനുഷ്യനായതുകൊണ്ടാ നമ്മുടെ രവിയെ ഒപ്പം നിർത്തിയിരിക്കുന്നത്. നികുതി വെട്ടിക്കാനോ അനധികൃതമായി സ്വത്ത് സമ്പാദിക്കാനോ തമ്പി സാറ് ശ്രമിക്കത്തില്ല. രവി പറഞ്ഞിട്ടില്ലേ, തമ്പി സാറ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ആ കമ്പനി വളർത്തിയെടുത്തതെന്ന്. അല്ല, അപ്പൊ പിന്നെ ആരായിരിക്കും ബാലേട്ട തമ്പി സാറിനെ നമ്മുടെ രവിയെ ഇങ്ങനെ കുരുക്കിയത്? എനിക്കൊരെത്തും പിടി കിട്ടുന്നില്ല സീതെ. അറിഞ്ഞ നിമിഷം മുതൽ ഞാൻ രവിയുടെ ഫോണിലേക്കും കമ്പനിയിലെ ഫോണിലേക്കും മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുക. കിട്ടുന്നില്ല. ബാല, നമുക്ക് അങ്ങോട്ടൊന്ന് പോകണ്ടേ? അവരെ പുറത്തിറക്കാൻ നമ്മളല്ലേ ഉള്ളൂ. അപ്പച്ചേപ്പ, എറണാകുളത്തോ തിരുവനന്തപുരത്തോ ആയിരുന്നെങ്കിൽ നമുക്ക് ഓടിയെത്താമായിരുന്നു. ഇതിപ്പം ബാംഗ്ലൂർക്ക് എത്തുക എന്ന് വെച്ചാ, അതും ഇവിടെ ഈ അവസ്ഥയില്. ബാലേട്ട, എനിക്ക് ചില സംശയങ്ങൾ തോന്നുന്നുണ്ട്. എന്താ? ഇത് തമ്പി സാറിനെ രവിയെ മാത്രം തേടി പിടിച്ച് ജയിലിടാൻ വേണ്ടി ആരോ കളിച്ച കളിയാ. ആര്? കല തന്നെ. അവൾക്കിതിൽ പങ്കുണ്ടാവില്ല സീതെ. അവൾ ഇവിടെ കിടന്ന് ചാടുന്നതല്ലാതെ ഇതിനൊന്നും അവൾക്ക് കഴിയില്ല. ഇത് തമ്പി സാറിനോട് ആരോ വ്യക്തിവൈരാഗ്യം തീർത്തതാ. അല്ലെങ്കിൽ അവരുടെ കമ്പനിയുടെ വളർച്ചയിൽ മറ്റുള്ളവർക്കുണ്ടായ അസൂയ. ബിസിനസ് അല്ലേ, നമുക്ക് പിടികിട്ടാത്ത പല തന്ത്രങ്ങളും ഉണ്ടാവും. ബാലേട്ട, കലയെ അങ്ങനെ നിസ്സാരയായി കാണരുത്. ഭ്രാന്ത് നടിച്ച് തമ്പി സാറിന് വിഡ്ഢിവേഷം കെട്ടിച്ചത് എന്തിനാ? അത് അവളുടെ ഒരു പ്രതികാരമായിരുന്നില്ലേ? അങ്ങനെയുള്ളവള് തമ്പി സാറിന് വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ബാല, അവര് തമ്മിൽ എന്തു ആയിക്കോട്ടെ, നമുക്ക് വലുത് നമ്മുടെ രവിയെ. ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ രവിയെ നമുക്ക് നാട്ടിലെത്തിക്കും. അത് വേണോ അപ്പച്ചേപ്പ? ഈ വാർത്ത സിജന അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ അവിടെ വരെ ഒന്ന് പോയിട്ട് വരട്ടെ. സിജനോട് കൂടി ആലോചിച്ചിട്ട് എന്താ വേണ്ടതെന്ന് നമുക്കൊരു തീരുമാനം എടുക്കാം. ഞാൻ പോയിട്ട് വരാം. ഇത് കലയുടെ കളി തന്നെയാ അപ്പച്ചിയപ്പ. മറ്റുള്ളവരെ ദ്രോഹിച്ചെങ്കിലല്ലേ അവൾക്കും അവളുടെ അമ്മയ്ക്കും സന്തോഷിക്കാനുള്ള വക കിട്ടും. അതിനുവേണ്ടി എന്തും ചെയ്യോ അവര്. ഹലോ ഡാഡി. മോളെ, സന്തോഷമായോ നിനക്ക്? ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു. മഹാദേവൻ തമ്പിയും മരുമകനും ജയിലിലായി. അറിഞ്ഞു ഡാഡി, ഞങ്ങൾ അതിന്റെ സന്തോഷത്തിലാ. ഞാൻ ഡാഡി അങ്ങോട്ട് വിളിക്കാനിരിക്കുമായിരുന്നു. ഇവിടുത്തെ പത്രത്തിലും വാർത്ത ഉണ്ടായിരുന്നു. ആ വാർത്ത വരാനും കാരണം ഞാൻ തന്നെയാ മോളെ. നിന്റെ സന്തോഷത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലൊരു കുറവും വരാൻ പാടില്ലല്ലോ. താങ്ക് യു ഡാഡി, താങ്ക് യു സോ മച്ച്. ഇനി അഴിക്കുള്ളി കിടക്കുന്ന തമ്പിയെ നേരിൽ കാണാൻ ഞാനൊന്ന് പോകുന്നുണ്ട്. വേണം ഡാഡി, വേണം. എന്റെ അമ്മയുടെ അന്വേഷണം പ്രത്യേകമായിട്ട് അങ്ങ് അറിയിച്ചേക്കണം. ഓക്കെ, പറയാം. ബൈ മോളെ. ഓക്കെ ബൈ.
ഡാഡിയെ ഏൽപ്പിച്ച ദൗത്യം ഡാഡി ഭംഗിയായിട്ട് നിർവഹിച്ചു കഴിഞ്ഞു. പാവം മഹാദേവൻ തമ്പി നിന്ന നിപ്പിൽ മൂടിടിച്ചു വീണതിന്റെ ആഘാതം കാണും. ആഘാതം ഒരാൾക്ക് മാത്രം ആയിരിക്കില്ലല്ലോ അമ്മേ. വയലോരം വീടിപ്പോ ഒരു മരണവീട് പോലെ ആയിട്ടുണ്ടാവും. നമ്മളാ ഇതിന്റെ പിന്നിലെന്നറിയാതെ ആ പാവങ്ങളിപ്പോ തമ്പിയെ ശപിക്കുന്നുണ്ടാവും. രവിയെ കൈവിടാതെ ഒപ്പം നിർത്തിയതേ തമ്പിയുടെ കള്ളക്കളികൾക്ക് വേണ്ടിയായിരുന്നല്ലോ എന്ന് വയലോരം വീട്ടുകാര് വിശ്വസിക്കും. അതെ മോളെ, അത്രയും ബുദ്ധി അവർക്കുള്ളൂ. അമ്മേ, അവിടെ ഡാഡിയുടെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനി കളി ഇവിടെയാ. നമുക്കിവിടെ പുതിയ കരുക്കൾ നീക്കാനുള്ള സമയമായി. നീ പറഞ്ഞ പോലെ പൊട്ടുമ്പോൾ മൊത്തത്തിൽ അങ്ങ് പൊട്ടണം. പൊട്ടി തകരട്ടെ സകലതും. മോളെ ദേ പിച്ചള അങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്ക്. കാ, 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 കാ. ആ, 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 ആ. ഓ, 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 കാ, 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 കാ. എടി പെണ്ണെ, നീ എന്തൊക്കെയാ പറയുന്നേ? സിജ, എന്താ ബാലേട്ടാ? നമ്മുടെ രവിയും തമ്പി സാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തിന്? അവരുടെ കമ്പനിയിൽ റെയ്ഡ് നടത്തിയ വിജിലൻസ് ഉദ്യോഗസ്ഥരാ രവിയും തമ്പി സാറിനെ അറസ്റ്റ് ചെയ്തത്. നികുതി വെട്ടിച്ചെന്നും കണക്കിപ്പെടാത്ത സമ്പാദ്യം കണ്ടെടുത്തുന്നാ പത്രത്തിൽ എഴുതിയിരിക്കുന്നത്. രണ്ടാളുടെ പടമുണ്ട്. രവിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല സിജ. ബാംഗ്ലൂർ പോലീസാ. അവര് മനുഷ്യത്വമില്ലാതെ പലതും ചെയ്യും. നമ്മൾ ടിവിയിലും പത്രങ്ങളിലും ഒക്കെ കാണുന്നതല്ലേ. ബാലേട്ടാ, തമ്പി സാർ അങ്ങനെ മോശപ്പെട്ട വഴിക്കൊന്നും ചിന്തിക്കുന്ന ആളല്ല. പിന്നെന്താ ഇങ്ങനെ? എനിക്കറിയത്തില്ല സിജ. ഇതാരോ ചതിച്ചതാ ബായ്. ആര്? വേറെ ആരാ? മതികല തന്നെ. തമ്പി സാറും രവിയും തകരണമെന്ന് ആഗ്രഹിക്കുന്നത് അവളല്ലേ? സിജ, പിച്ചള പറഞ്ഞു തന്നെ അവനാ സാധ്യത. തമ്പി സാറിനെ അവൾ വെറുതെ വിടില്ല. അക്കൂട്ടത്തിൽ നമ്മുടെ രവി അവൾ ഇല്ലാതാക്കാൻ ശ്രമിക്കും. നമുക്കെത്തിപ്പെടാനാവാത്ത ഒരു നാട്ടിൽ വെച്ച് രവിയെ ദ്രോഹിക്കാൻ അവളുടെ തീരുമാനം. ആ കമ്പനി അവള് പൂട്ടിക്കായിരിക്കും. പക്ഷെ രവിക്കോ തമ്പി സാറിനോ ഒന്നും സംഭവിക്കാൻ പോണില്ല. എല്ലാ കമ്പനിയിലും കാണുന്ന പോലെ ഒരു നല്ല വക്കീല് തമ്പി സാറിന്റെ കമ്പനിയിലും കാണാതിരിക്കില്ലല്ലോ. കാണും പിച്ചളെ. പക്ഷേ മതികൾ എങ്ങനെ രണ്ടും തുനിഞ്ഞിറങ്ങിയ അത് നമുക്ക് നല്ലതിനല്ലെന്ന് ഓർക്കണം. പക്ഷേ ഇങ്ങനൊരു ചതിക്ക് മതികലയാണ് കരുക്കൾ നീക്കിയിട്ടുള്ളതെങ്കിൽ നമുക്കതൊന്നും ചോദിക്കണ്ടേ ബാലേട്ടാ? അത് വേണം സിജ. അത് വേണം ബായ്. അവളെ അങ്ങനെ അങ്ങോട്ട് വിട്ടാ പറ്റില്ല. ബാലേട്ടാ, ഇത്രയും നാളും അവൾ ചെയ്ത ദ്രോഹങ്ങൾ അത്രയും കണ്ട് സഹിച്ചു. ഇനി അങ്ങനെ പറ്റത്തില്ല. വാ ബാലേട്ടാ, ഞാനും വരാം. അവളെ തല്ലി നിങ്ങളെ കയ്യിൽ നാറണ്ട. ബായ് പറഞ്ഞാ മതി. അവൾക്കിട്ട് പൊട്ടിക്കുന്ന കാര്യം ഞാനേറ്റു. പിച്ചളെ, പിച്ചള ഇവിടെ നിൽക്ക്, ഞങ്ങൾ പോയിട്ട് വരാം. ബായ്. ഇവിടെ ഒരാൾ വേണ്ട പിച്ചളെ, മോളെ പിടിക്കും. വാ ബാലേട്ടാ. സീതേ, ഓ അപ്പച്ചമ്മേ, ബാലൻ എവിടെ? ബാലേട്ടൻ സിജന്റെ അടുത്തേക്ക് പോയിരിക്കുക അപ്പച്ചമ്മേ. രവിയുടെ കാര്യം എന്തായി? രവിയെ ഒന്ന് വിളിക്ക് സീതേ. ബാലേട്ടൻ വിളിച്ചപ്പച്ചമ്മേ, കിട്ടുന്നില്ല. വല്ല നാട്ടിലും പോയി കിടക്കുന്ന എന്റെ കുഞ്ഞിനെ ആരാ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? സുഭദ്രേ, രവിക്കൊന്നും സംഭവിക്കില്ല. ഇങ്ങനെ ആദ്യ കയറ്റി നീ ഒന്നും വരുത്തി വെക്കല്ലേ. എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല. രവി ഒരു കുറ്റവും ചെയ്യില്ല. പിന്നെ എന്തിനാ എന്റെ കുഞ്ഞിനെ ജയിലിൽ അടച്ചത്? രവി മാത്രമല്ലല്ലോ അപ്പച്ചമ്മേ, തമ്പി സാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുക. അപ്പോ ആ കമ്പനി പൂട്ടിക്കാനുള്ള കളിയാ അപ്പച്ചമ്മേ. എന്തായാലും അവര് നിരപരാധിത്വം തെളിയിച്ച് പുറത്തു വരും. അതിന് അവരെ സഹായിക്കാൻ അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? തമ്പി സാറും വലിയ ബന്ധങ്ങളൊക്കെ ഉള്ള ആളല്ലേ. ബാംഗ്ലൂർ ജയിലിൽ നിന്ന് അവരെ പുറത്തിറക്കാൻ അവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുക, എനിക്കറിയാം. എല്ലാവർക്കും വിഷമമുണ്ട് അപ്പച്ചമ്മേ. പക്ഷെ ബാംഗ്ലൂർ എന്ന് പറയുന്നത് ഇവിടുന്ന് പെട്ടെന്ന് അങ്ങനെ ഓടിയെത്താൻ പറ്റുന്ന സ്ഥലമാണോ? എന്ന് വെച്ച് രവി അന്വേഷിച്ചാരും പോണ്ടെന്നാണോ? അങ്ങനെ പോയാൽ തന്നെ ആ മഹാനഗരത്തിൽ ചെന്നിറങ്ങി
നമ്മളെപ്പോലുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും സുഭദ്രേ? മാത്രമല്ല അപ്പച്ചമ്മേ, കുട്ടിമണി ഇപ്പൊ ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോ ബാലേട്ടനോ സിജനോ ഒരു നിമിഷമെങ്കിലും ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നോ? അപ്പൊ എന്റെ രവി കാലാകാലം ജയിലിനുള്ളിൽ കിടക്കണമെന്നാണോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ സുഭദ്രേ? നീ എന്തിനാണ് ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നത്? രവിയുടെ കാര്യത്തില് ബാലേട്ടനും സിജനും ഒരു തീരുമാനം എടുക്കും അപ്പച്ചമ്മേ. അപ്പച്ചമ്മ ഒന്ന് സമാധാനമായിട്ടിരിക്കും. തീരുമാനം എടുക്കണം. രവി ഒന്ന് കാലിടറി വീണ ഓടിയെത്തി താങ്ങിയെടുക്കുന്നവനാ ബാലൻ. ജയിലിൽ കിടന്ന് രവി വിഷമിക്കാൻ ഇടവരരുത്. എന്റെ പരുത്തിക്കാവിലമ്മേ, ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഇട തരുന്നില്ലല്ലോ നീ. ഒരു വശത്ത് കുട്ടിമണിയെ കുറിച്ചുള്ള ആദി, ഇപ്പോഴിതാ രവിയെ പോലീസ് പിടിച്ചെന്നുള്ള വാർത്ത. പക്ഷേ പോലീസുകാരെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടിട്ടാ തമ്പി സാറിനെ രവിയെയും ജയിലിൽ അടച്ചിരിക്കുന്നത്. ആരെ തൃപ്തിപ്പെടുത്താൻ? എനിക്ക് മതികലയെ തന്നെ സംശയം. അവൾക്കിതിലെന്തോ കൈയുണ്ട്. ആർക്ക്? മതികലയ്ക്കോ? അതെ അപ്പച്ചമ്മേ. കെട്ടുകഥകൾ ഉണ്ടാക്കാനും അത് പ്രചരിപ്പിക്കാനും അവൾ മിടുക്കിയ. ആരെയും വലയിലാക്കി അവൾ ഉദ്ദേശിച്ച കാര്യം നടത്തുകയും ചെയ്യും. ആ തലതെറിച്ചവളാണ് ഇതിന് പിന്നിലെങ്കിൽ പണ്ടത്തേക്കാൾ ശക്തിയോടെ അവൾ നമ്മളെ ദ്രോഹിക്കാൻ തീരുമാനിച്ചു എന്ന് വേണം കരുതാൻ. എനിക്ക് അവളെ തന്നെയാ സംശയം. ഞാനത് ബാലേട്ടനോട് പറയുകയും ചെയ്തു. എന്റെ പരുത്തിക്കാവിലമ്മേ, സന്തോഷവും സമാധാനവും നിറഞ്ഞു നിന്നിരുന്ന ഒരു വീടായിരുന്നു ഇത്. ദുരിതങ്ങൾ വിതയ്ക്കാനായിട്ടാണ് അവൾ ഈ വീട്ടിലേക്ക് വന്നു കയറിയത്. ഇവിടെ നിറങ്ങി പോയപ്പോ അതെല്ലാം അവള് കൂടെ കൊണ്ടുപോയെന്നാ കരുതിയത്. വെന്ത് വെണ്ണീറായാലും അവളുടെ ദുഷിച്ച മനസ്സ് നശിക്കില്ല. ആ ദുഷ്ടത്തി അവളുടെ ദ്രോഹങ്ങളെ നീ തടയണേ എന്റെ പരുത്തിക്കാവിലമ്മേ. വലിയ ആഘോഷത്തിലായിരിക്കും അല്ലേ? ഞങ്ങളുടെ രവിയേട്ടനെ തമ്പി സാറിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നില് നിങ്ങളാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളല്ലെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? നിന്റെ ഇഷ്ടക്കിടക്ക് നീ തമ്പി സാറിനോട് തീർത്തോണം. എന്റെ അനിയൻ രവി ഇതിൽ കൂട്ടിക്കൊഴക്കരുത്. ചെയ്യുന്ന ജോലിയുടെ ആത്മാർത്ഥത കാണിക്കുന്നവനവൻ. കള്ളവും ചതിയും വഞ്ചനയും അവൻ പഠിച്ചിട്ടില്ല. ഇനിയും ഞങ്ങളെ ദ്രോഹിച്ചാണ്ടല്ലോ, ദൈവം നിങ്ങൾക്ക് മാപ്പ് തരില്ല. ഞങ്ങളെ ശപിക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ വണ്ടി വിളിച്ച് ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അമ്മയും കുട്ടി ഞാൻ വയലോരം വീട്ടിലേക്ക് വരാമായിരുന്നു. മനസ്സിന് വലിയ കട്ടിയുള്ളവളാ നീ എന്ന് എനിക്കറിയാം. എന്തും കാണിക്കും. തമ്പി സാറിന് ഞങ്ങളെയോ മനസ്സിലാകാത്തത് കൊണ്ടാ നീ ഇങ്ങനെ വീണ്ടും ദ്രോഹിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങുന്നത്. അന്ന് നീ മരിച്ചു എന്നറിഞ്ഞപ്പോ നെഞ്ചു പൊട്ടി വീണ ആളാ തമ്പി സാറ്. ആ മനുഷ്യനെ വേദനിപ്പിച്ച ഈ ജന്മത്തിൽ നിനക്ക് സമാധാനം കിട്ടാൻ പോകുന്നില്ല. ഞാൻ കാരണം നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുന്നുണ്ടല്ലോ. എനിക്കത് കണ്ടാ മതി. ഇങ്ങനെ ദ്രോഹിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞങ്ങൾ നിന്നോട് ചെയ്തത്? രവിക്ക് നിന്നെ കല്യാണം കഴിക്കേണ്ടി വന്നതോ? വയലോരം വീട്ടിലേക്ക് കാലുകുത്തിയ നിമിഷം മുതൽ നീ ഒളിഞ്ഞും തെളിഞ്ഞും ഞങ്ങളെ ദ്രോഹിക്കല്ലേ? ബന്ധം ഒഴിവാക്കിയില്ലേ? ഇനിയെങ്കിലും ഞങ്ങളെ ഒന്ന് വെറുതെ വിട്ടുകൂടെ? അങ്ങനെ കണക്ക് പറയാനാണെങ്കിൽ എനിക്ക് അങ്ങോട്ടും പറയാനുണ്ട്. കണക്കുകൾ ഓരോന്നായിട്ട് തീർത്തുകൊണ്ടിരിക്കുക. ഇത് മതികലയുടെ രണ്ടാം വരവാ. രവിയെ മാത്രമല്ല, വയലോരം വീട്ടിലുള്ള സകലരെയും ദ്രോഹിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇറങ്ങി തിരിച്ചിരിക്കുവാ ഞാൻ. തടയാൻ പറ്റുമെങ്കിൽ തടയും. മതികളെ, ഇനിയും ഞങ്ങളെ ദ്രോഹിക്കാനാണ് നീയും നിന്റെ അമ്മയെ ഇറങ്ങി തിരിച്ചിരിക്കുന്നതെങ്കിൽ അതിനുള്ള തിരിച്ചടി ഉറപ്പായിട്ടുണ്ടാവും. തിരിച്ചടിക്കാനോ? ആര്? അങ്ങനെ തിരിച്ചടിക്കാൻ കെൽപ്പുള്ള ആരെങ്കിലും വയലോരം വീട്ടിൽ ഉണ്ടായിട്ട് വേണ്ടേ? ഇവിടെ ഇരുന്ന് ഞാനൊരു വിരൽ അമർത്തിയപ്പോ അങ്ങ് ബാംഗ്ലൂരിലുണ്ടായിരുന്ന ഒരു പ്രസ്ഥാനവും തകർന്ന് തമ്പിയും രവിയും അകത്താവുകയും ചെയ്തു. ഇവിടെ നമ്മൾ ഇനി നേരിട്ട് കളിക്കാൻ പോവുക. ഒരു ദയവും കാണിക്കില്ല ഞാൻ. നീ കാണിക്കണ്ട. രവിയേട്ടനെയും തമ്പി സാറിനെയും ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. അതിനുശേഷം അടി നിനക്കുള്ള പണി. അയ്യോ, അങ്ങനെ ഭീഷണിപ്പെടുത്തല്ലേ. ഈ ഭീഷണിയൊക്കെ ഞങ്ങൾ കുറെ കണ്ടിട്ടുള്ളതാ അല്ലേ അമ്മ? മോളെ, സംസാരിക്കാൻ കൊള്ളാത്ത വർഗവാ. നീ വാതില് വലിച്ചടച്ചേക്ക്. കുറച്ച് കഴിയുമ്പോ താനെ പൊയ്ക്കോളൂ. അതെ, നിങ്ങളെ വയറ്റിൽ ജനിച്ചതുകൊണ്ടാ ഇവളിങ്ങനെ ആയിപ്പോയത്. നിങ്ങളുടെ മാനവും മാനക്കേടും ഒക്കെ ഈ നാട്ടുകാർക്ക് മുഴുവൻ നന്നായിട്ട് അറിയാം.
മനസ്സിജൻ ആരാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയല്ലോ അല്ലേ? ജീവിക്കണം, അതുകൊണ്ടാ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നേ. സിജ, ക്ഷമയ്ക്കൊരു അതിരുണ്ട് ബാലേട്ടാ. ഇവരുടെ കാല് പിടിക്കാനും യാചിക്കാനും ഒന്നല്ല നമ്മൾ ഇങ്ങോട്ട് വന്നത്. സ്വന്തം തന്തയെ വിഡ്ഢിവേഷം കെട്ടിച്ച് വേദനിപ്പിച്ചോളാം ഇവള്. ആ പാവത്തിനെ കൊല്ലാൻ കൊട്ടേഷൻ നൽകിയവരാ നിങ്ങൾ. നിങ്ങൾക്കുള്ള ശിക്ഷ ദൈവം തരും. രവിയും തമ്പി സാറിനെയും ഏതു വിധേനയും ഞങ്ങൾ പുറത്തിറക്കും. അതിനുശേഷവും ഞങ്ങളുടെ സ്വസ്ഥത തകർക്കാൻ വന്നേക്കരുത്. ഇത് യാചനയൊന്നുമല്ല. യാചിച്ചാലും യാതൊരു രക്ഷയും ഇല്ല. വയലോരം വീടിന്റെ പതനം വരെ നിങ്ങൾക്ക് പിന്നാലെ തന്നെ ഞാൻ ഉണ്ടാവും. രണ്ടാളും ചെല്ല്, വേഗം ചെന്നാട്ടെ. നിങ്ങൾക്ക് അവിടെ ഒരു സമ്മാനം കാത്തിരിപ്പുണ്ട്. ആ എന്താ പോണില്ലേ? ധൈര്യമായിട്ട് ചെല്ല്. ചെന്നാ സമ്മാനം കൈ നീട്ടി അങ്ങ് സ്വീകരിച്ചാട്ടെ. നിനക്കിപ്പോഴാ ശരിക്കും ഭ്രാന്തിന്റെ ലക്ഷണമുള്ളത്. ദേ, ഇത് തീക്കളിയാ. വയലോരം വീട്ടിലെ ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ രണ്ടാളെ ഇതിനകത്ത് കത്തിക്കാനും ഞാൻ മടിക്കില്ല, കേട്ടല്ലോ? സിജ, ഇവള് തുനിഞ്ഞിറങ്ങിയിരിക്കുക. ഇവക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. നമുക്കങ്ങനെയാണോ? വാ സിജ. പാവങ്ങള് കഥയെ അറിയാതെ വീട്ടിലെത്തുമ്പോഴേക്കും നമ്മൾ കൊടുത്തയച്ച സമ്മാനം അവർക്ക് അവിടെ കിട്ടിയിരിക്കും. ബാലൻ, മനസ്സജൻ, പിച്ചള ഇവരെ മൂന്നുപേരെയും അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നത്. അറസ്റ്റ് ചെയ്യാൻ? എന്തിന്? കുറ്റം ചെയ്തതിന്. കുറ്റം ചെയ്തതിനോ? എന്റെ മക്കൾ ഒരു കുറ്റം ചെയ്തിട്ടില്ല. അതെ സാറേ, ഒരു തെറ്റും ചെയ്യാത്ത രണ്ടുപേരെ ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ഇപ്പൊ ഇവിടെ അത് തന്നെ ചെയ്യുന്നു. എന്താ ഇതിന്റെ കഷ്ടം? ശിവയുടെ പെങ്ങൾ ശിവാനി ഇവിടെയല്ലേ താമസിച്ചിരുന്നത്? അത് ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. അതെ, ഇപ്പോഴില്ല. ആളിപ്പോ ഈ ഭൂമുഖത്തേ ഇല്ല. നിങ്ങളുടെയൊക്കെ പീഡനം സഹിക്ക വയ്യാതെ ശിവാനി ജീവൻ ഒടുക്കി. എന്താ പോലീസൊക്കെ? നിയമപാലകർക്ക് കുറ്റവാളികളെ പിടികൂടാൻ വന്നല്ലേ പറ്റൂ. കുറ്റവാളികളോ? ഇവിടെ അങ്ങനെ കുറ്റവാളികളൊന്നുമില്ല സാറേ. ഉണ്ട്. നിങ്ങൾ മൂന്ന് പേര്, ബാലൻ, മനസ്സജൻ, പിച്ചള. ശിവാനി ജീവൻ ഒടുക്കിയത് നിങ്ങൾ കാരണമാ. ശിവാനി ജീവൻ ഒടുക്കിയെന്നോ? സാറെന്തായി പറയുന്നേ? എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് പൊട്ടം കളിക്കുകയാണ്. ശിവാനിയുടെ ആത്മഹത്യാക്കുറിപ്പ് കിട്ടി. അതിൽ നിങ്ങൾ മൂന്ന് പേരുടെയും പേരുകൾ എഴുതിയിട്ടുണ്ട്. സാർ, ഇവരുടെ ഒന്നും പേരില്ലാത്തതുകൊണ്ട് ഇവരെ വിടുന്നു. ബാല വന്ന് ജീപ്പിൽ കയറി. സാർ, ഇതിലെന്തോ ചതിയുണ്ട്. ഒരു ചതിയില്ല. നിങ്ങൾക്ക് മേലുള്ള കേസ് ഇത് മാത്രമല്ല, ശിവയുടെ കൊലക്കേസും ഉണ്ട്. നിങ്ങളൊക്കെ ചേർന്ന് ശിവയെ ഇവിടെ വച്ചല്ല തീർത്തത്. ആ കേസിൽ അറസ്റ്റിലായ മനസ്സിനും പിച്ചളയും രക്ഷപ്പെട്ടു വന്നു. CI അയ്യപ്പൻകുട്ടി സാറാ അന്ന് രക്ഷകനായിട്ട് വന്നത്. ഇന്ന് ഇവിടെ നിങ്ങളെ രക്ഷിക്കാൻ അയ്യപ്പൻകുട്ടി സാർ ഇല്ല. സാർ ഇവിടുന്ന് കെട്ടും കെട്ടിപ്പോയി. ശിവയെ തലക്കടിച്ച് വീഴ്ത്തി കൊലപ്പെടുത്തതിന് ഒരു ദൃക്സാക്ഷിയുള്ളത് അറിയാലോ നിങ്ങൾക്ക്. ആ ദൃക്സാക്ഷിയുടെ മൊഴിയും തെളിവുകളും നിങ്ങൾക്കെതിരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ഒരു തരത്തിലും രക്ഷപ്പെടാനാവില്ല. മനസ്സിനും പിച്ചളെ എവിടെ? അവരെ ഞാൻ പൊക്കിക്കോളാം. ഇയാൾ പോയി ജീപ്പിൽ കയറി. സാറേ, ബാലനൊരു തെറ്റും ചെയ്തിട്ടില്ല, ആരെയും കൊന്നിട്ടുമില്ല. കൊണ്ടുപോകരുതേ സാറേ. മാറി നിൽക്കോട്ടെ. ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല സാറേ. മോനെ ബാല! അയ്യോ, ബാലേട്ടാ!
ഈ ആയുസിനുള്ളിൽ എന്തൊക്കെ കാണണം എന്റെ മുരുക. എന്തിനാ ബാലേട്ടനെ കൊണ്ടുപോയേ? ഭായി ആ നമ്മുടെ കുഞ്ഞുമണി മിടുക്കിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതെ പിച്ചളെ, മാറി പറഞ്ഞ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ഭായി, നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല എല്ലാവരുടെ ജീവിതത്തിലുണ്ട് പല പല പ്രശ്നങ്ങളും. ഓരോരുത്തരോട് അടുക്കുമ്പോഴല്ലേ നമുക്കത് മനസ്സിലാവും. നേരെ പിച്ചളെ, തമ്പി സാറിന്റെ കാര്യം തന്നെ എടുക്ക്. നമ്മൾ അദ്ദേഹമായിട്ട് അടുത്തതുകൊണ്ട് മാത്രമാണല്ലോ തമ്പി സാർ ആരാ എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഭായിയെ തമ്പി സാറിലേക്ക് അടുപ്പിച്ചത് ദൈവ. എന്തൊക്കെ സങ്കടങ്ങൾ കൊണ്ടു നടന്ന ഒരു മനുഷ്യനാ അദ്ദേഹം. നെഞ്ചിന്ന് അതൊന്ന് ഇറക്കി വെക്കാനും ആശ്വസിപ്പിക്കാനും ഭായില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും തമ്പി സാറിന്റെ അവസ്ഥ? നേരാ പിച്ചളെ, ഇപ്പൊ ജയിലിലാണെങ്കിലും തമ്പി സാർ മനക്കരത്തോടെ പിടിച്ചു നിൽക്കും. പക്ഷെ രവിയേട്ടൻ അവിടെ രവിയേട്ടൻ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി തമ്പി സാറിനെ തളർത്താതിരുന്ന മതിയായിരുന്നു. എങ്ങനെ ചിന്തിക്കാതിരിക്കും പിച്ചളെ? മോളെന്ന് കരുതി നെഞ്ചിക്കൊണ്ട് നടന്നവള് ചെയ്ത അപരാധത്തിന് തമ്പി സാറിന് രവിയേട്ടനോട് മാപ്പപേക്ഷിക്കാനേ നേരം ഉണ്ടാവൂ. അതെ ബായ്, മതികല ദ്രോഹിച്ചവരോടെല്ലാം ഒരച്ഛൻ എന്ന നിലയിൽ കുറ്റമേറ്റെടുത്തും മാപ്പപേക്ഷിച്ചും ശീലിച്ചു പോയ ഒരാളാണല്ലോ തമ്പി സാറ്. മതികല കാരണം രവിയേട്ടന് വീണ്ടും ദ്രോഹം ഏൽക്കേണ്ടി വന്നതിൽ തമ്പി സാറിന് അതിയായ വിഷമമുണ്ടാവും. പിച്ചളെ, ഇവിടെ ഇങ്ങനെ ഒരു അവസ്ഥയില്ലായിരുന്നെങ്കിൽ നമുക്കും ബാംഗ്ലൂരിലേക്ക് പോകായിരുന്നു. ഒരെത്തും പിടിയില്ലാതെ അവിടേക്ക് വണ്ടി കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനാ ബായ്? നേരാ. പക്ഷേ മതികലയ്ക്ക് അവരെ ശിക്ഷിക്കാൻ കഴിയുമെങ്കിൽ നമുക്കവരെ ആ ജയിലിൽ നിന്ന് രക്ഷിക്കാനുള്ള കടമയുണ്ടല്ലോ പിച്ചളെ. മനുഷ്യത്വവും നന്മയും സത്യസന്ധതയും കൊണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റാതായല്ലോ ബായ്. മതികലയെപ്പോലെ ചതിയും വഞ്ചനയും കാണിക്കുന്നവർക്കല്ലേ ഇപ്പൊ നിയമത്തിന് മുന്നേ പോലും വിജയമുള്ളൂ. അതൊന്നും എന്നും നിലനിൽക്കില്ല പിച്ചളെ. ദൈവം എന്ന് പറഞ്ഞൊരു സങ്കല്പം ഉണ്ടെങ്കിൽ അത് നമ്മളെപ്പോലെ നന്മയുള്ളവർ ഈ ലോകത്തുള്ളതുകൊണ്ടാണ്. ബായ്, കൃഷ്ണ ഡോക്ടറെ കണ്ടില്ലേ? എന്തായി? കുട്ടുവിന് നല്ല മാറ്റമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത്. ചികിത്സ അവസാനിക്കാൻ വിരലെണ്ണാവുന്ന ദിവസങ്ങളല്ലേ ഉള്ളൂ. കുട്ടുവിനെ എനിക്കൊന്ന് കാണാൻ കൊതിയാവുക. സമാധാനിക്ക് ബായ്. ഇനി കുഞ്ഞുമണിയുടെയും ബായുടെയും ജീവിതത്തിലേക്ക് പുതിയൊരാളായിട്ട് കുട്ടിമണി പെങ്ങളിങ്ങോട്ട് വന്നിറങ്ങിക്കോട്ടെ. മനസ്സുജൻ പിച്ചള രണ്ടാളും വന്ന് ജീപ്പിൽ കയറി. പറഞ്ഞത് കേട്ടില്ലടാ. ആ കൊച്ചിനെ അവിടെ വച്ചിട്ട് ഒന്ന് ജീപ്പിൽ കയറി. എന്താ സാറേ കാര്യം? കാര്യവും കാരണമൊക്കെ അറിഞ്ഞെങ്കിലേ നീയൊക്കെ കയറുള്ളോ? ഇതെന്താ സാറേ, സാറ് പറയുമ്പോ അങ്ങനെ ചാടി കയറിയിരിക്കാൻ ഞങ്ങൾ എന്ത് കുറ്റാ ചെയ്ത്? നിന്റെയൊക്കെ ബാലേട്ടന് ചാടിക്കയറി ഇരിക്കാങ്കേ പിന്നെ നിനക്കൊക്കെ എന്താടാ? ബാലേട്ടൻ ചെന്ന് പിടിച്ചു കയറിടോ സാർ. സാറേ എന്താ സാറേ കാര്യം? എന്താ കാര്യം? കാര്യം പറ സാറേ. പിച്ചളെ എന്താ പിച്ചളെ? ആ കൊച്ചിനെ ഇങ്ങ് വാടാ. ബായ്, സാറേ എന്താ കാണിക്കുന്നേ? ബാലേട്ട എന്താ ബാലേട്ട ഇത്? എന്താ സാർ പ്രശ്നം? സാറേ എന്താ ഇതൊക്കെ? ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാണ്ടാക്കിയപ്പോ നിനക്കൊക്കെ സമാധാനമായോടാ? സാറേ സാർ എന്തൊക്കെയാ പറയുന്നേ? ഞങ്ങൾ ആരുടെ ജീവിതം ഇല്ലാതാക്കിയതാ? ശിവാനിയുടെ. അവളെ ജീവനൊടുക്കി. അവളുടെ ബോഡിയിൽ നിന്ന് കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പിലെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അവള് ജീവനൊടുക്കാൻ കാരണം നിങ്ങൾ 3 പേരുമാണെന്ന്.
സാറേ അത് അതെന്തിനാണെന്ന് കൂടി ഞാൻ പറയാം. അവളുടെ ആങ്ങള ശിവയെ നിങ്ങൾ സംഘം ചേർന്ന് കൊന്നില്ലേ? ആ സത്യം അവൾ അറിഞ്ഞപ്പോ ഒരുത്തനെ കൊന്ന് കുഴിച്ചു മൂടിയിട്ട് സമൂഹത്തിന് മുന്നിൽ വലിയ ശുദ്ധന്മാരായി ജീവിച്ചു വരികയായിരുന്നു അല്ലേ? അത് സാറേ, ഇനി നീയൊന്നും പുറം ലോകം കാണാൻ പോകുന്നില്ല. രണ്ടിനെ പിടിച്ച് വണ്ടി കയറോ. സാറേ, ശിവയുടെ കേസിൽ ബാലയേട്ടൻ എന്റെ ഭയം കുറ്റക്കാരല്ല. ശിവയെ കൊന്ന ഞാനാ സാറേ. എന്റെ കയ്യോണ്ട ശിവ ചത്ത്. ബാലേട്ടന് മനസ്സിലും ബാലും വെറുതെ വിടണം സാറേ. സാറേ, ശിവാനി അറിഞ്ഞ ഒന്നുമല്ല സത്യം. ശിവയെ കൊന്ന ഞാനാ സാറേ. ശിവയെ കൊന്ന് ബായല്ല എന്ന് പറഞ്ഞില്ലേ? സാറിന് വേണ്ടത് ശിവാന്റെ കൊലയാളിയല്ലേ? അത് ഞാനാണ് പറഞ്ഞില്ല സാറേ. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ശിവാനി അതില് മനസ്സാ റോജ, ഞങ്ങൾക്കൊരു പങ്കുമില്ല. നിന്ന് ചിലക്കാതെ കേരള ജീപ്പില് സകല തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. പിടിച്ച് കേട്ടോ സാറേ. പറഞ്ഞതൊക്കെ സത്യം സാറേ. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല സാറേ. പറയുന്നേ. സോറി ഡോക്ടർ, ഇങ്ങനെ ഒരു മഹത്തായ സ്ഥാപനത്തിൽ വെച്ച് ഇവരെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നതിൽ ഞാൻ ഖേദിക്കുന്നു. ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്തു. മോളെ കുഞ്ഞുമണി, മോളെ സാറേ, എന്റെ മോള്, മോളെ 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 കുഞ്ഞുമണി, മോളെ സാറേ, എന്റെ മോള് സാറേ. ഒരാളെ അല്ലമ്മേ, ഒരു വീട്ടിലുണ്ടായിരുന്ന 3 ആണുങ്ങളെയും പോലീസ് അറസ്റ്റ് ചെയ്തില്ലേ? കൊടുത്തപ്പോ കടുപ്പത്തിൽ തന്നെ കൊടുത്തു. അത് ഗംഭീരമായി. അങ്ങനെ നമ്മുടെ 2ാമത്തെ ഓപ്പറേഷനും സക്സസ്. ബാംഗ്ലൂരില് 2, ഇവിടെ 3, അങ്ങനെ മൊത്തം 5 ആണുങ്ങളും ജയിലില്. എന്റെ മോളെ, നിന്നെ ഞാൻ സമ്മതിച്ചു. വയലൂരം വീടിപ്പോ ആണുങ്ങളില്ലാത്ത വീടായി. അകത്താണുങ്ങള്, പുറത്ത് 2 പെണ്ണുങ്ങളും, ഒരു വകയ്ക്കും കൊള്ളാത്തൊരു കിളവനും കിളവി. ഇനി അവരൊക്കെ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കൊന്ന് കാണണം. എങ്ങനെ ജീവിക്കാൻ? എല്ലാത്തിനും പട്ടിണി കിടക്കേണ്ടി വരും. 10 പൈസയുടെ ഗതിയില്ലാതെ വരുമ്പോ തെരുവിലിറങ്ങി തെണ്ടേണ്ടി വരും. ആ പിച്ചച്ചട്ടിയിലേക്ക് എന്റെ അമ്മയുടെയും വക ദേ ഈ കൈകൊണ്ട് ഒരൊറ്റ നാണയം ഇട്ട് കൊടുക്കുഞ്ഞ്. നിന്റെ ബുദ്ധി കൊള്ളാം മോളെ. വയലോരം വീട്ടിലേക്ക് പണം വരാനുള്ള വഴി രവിയും മഹാദേവൻ തമ്പിയായിരുന്നല്ലോ. ആ വഴി നീ അടച്ചു. ഇവിടുള്ള ആണുങ്ങളെയും അഴിക്കുള്ളിലാക്കിയതോടെ ആ വഴിയും തീർത്തു അടഞ്ഞു. ഇനി അവർക്ക് മേലെ ആകാശവും താഴെ ഭൂമിയെന്നും പറഞ്ഞ് ജീവിക്കേണ്ടി വരും. ഒരു ഗതിയുമില്ലാതെ സീതയും 2 കുട്ടികളും പിന്നെ ആ പൊട്ടിപ്പെണ്ണും കണ്ണീര് കുടിക്കും. ഇനി നീ ഉന്നം വെക്കാൻ പോകുന്നത് ആരെയാ? പറ, അമ്മ കേക്കട്ടെ. വയലോരം വീട്ടിലെ പൊട്ടിപ്പെണ്ണിനെ തന്നെ. അവക്ക് കൊള്ളുമ്പോ ബാക്കിയുള്ള എല്ലാവർക്കും കൊള്ളും. കുട്ടിമണിയെ മതികലയ്ക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റുമേ? ഇല്ല, അവളെ നന്നായി തന്നെ നോവിക്കണം. അവള് കാരണം നീ ആ വീട്ടിൽ കിടന്ന് കുറെ അനുഭവിച്ചതല്ലേ. അവളിപ്പോ കായകൽപ്പ ചികിത്സയെന്നോ കായരക്ഷാ ചികിത്സയെന്നൊക്കെ പറഞ്ഞ് എവിടെയോ കിടക്കല്ലേ. അവിടെ അങ്ങനെ കേറി ചെല്ലാൻ പറ്റുമോ? ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ അതിനാണോ അമ്മേ പാട്? ഏതോ ഒരു കുടിസു മുറിയിൽ കിടക്കുന്ന കുട്ടിമണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും ഞാൻ. അവൾക്ക് ആയുർദൈർഘ്യം കിട്ടണോ വേണ്ടയോന്ന്
അവിടെയുള്ള ഡോക്ടർമാരല്ല, ഞാൻ തീരുമാനിക്കും. എനിക്കെന്റെ വിജയമാണമേ വലുത്. മുന്നിലുള്ളതിനി അറ്റകൈ പ്രയോഗങ്ങളാ. അമ്മ കണ്ടോ?